ഹലോ ഹായ് ഫ്രണ്ട്സ്. വട്ടാന്നൊക്കെ ചിലർ പറയുന്നുണ്ടേ. നമുക്കറിയാം ആരാ പറയുന്നതെന്നൊക്കെ, പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യത്തേ ഇല്ല. നമുക്ക് നമ്മളുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളാ തീരുമാനിക്കുന്നല്ലേ. യൂട്യൂബ് ചാനൽ തുടങ്ങണോ, പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ സംസാരിക്കണം, എങ്ങനെ പ്രവർത്തിക്കണമെന്നൊക്കെ. കാരണം നമ്മൾ എന്താണോ അതാണ് നമ്മളുടെ ചാനലിലുള്ളത്, വീഡിയോയിലുള്ളത്. വെച്ചുകെട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ പിന്നെ എന്താ പറയുക, ആയിരിക്കുന്നത് പോലെ തന്നെ നമ്മളങ്ങ് വീഡിയോ ചെയ്യുക. ആരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല അല്ലേ. ഇതെൻ്റെ എന്നത്തെ ഉടുപ്പാണ്, 2 വർഷമായ ഉടുപ്പാണ്. മേടിച്ച് വെച്ചിട്ട് ഇതുവരെ ഇട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ചുമ്മാ ഇങ്ങനെയൊക്കെ നല്ല ഉടുപ്പൊക്കെ ഇട്ട് വൃത്തിക്കും മെനിക്കുമൊക്കെ ചെയ്യാം. എപ്പോഴും വീട്ടിൽ ഇടുന്ന ഉടുപ്പൊക്കെ ഇട്ട് നമ്മളൊരു ബോറടിപ്പിക്കണ്ട. നല്ല ഡ്രസ്സൊക്കെ ഇടുമ്പം അല്ലേ ഉള്ളൂ ആൾക്കാർക്ക് നമ്മളോടൊരു ബഹുമാനമൊക്കെ ഉള്ളൂ. ഇരിപ്പുണ്ടല്ലോ ദൈവം തന്ന ഉടുപ്പുകളൊക്കെ ഇഷ്ടം പോലെ. അപ്പം അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. ഡൈനിങ് ഹാളിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നേ. അവിടെ ആരൻ ഡ്രസ്സ് ഇടുക, അത് കാരണം ഞാനിങ്ങ് പോന്നു. ഇവിടെ ഇരുന്ന് ഇച്ചിരി നേരം സംസാരിക്കാം അല്ലേ. അയ്യോ, കുഷ്യൻ എടുക്കട്ടെ. തലേ വെക്കണം. കണ്ടോ എൻ്റെ ഉടുപ്പ് കണ്ടോ? നല്ലതല്ലേ? ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത്. ഭയങ്കര ഇഷ്ടപ്പെട്ട് എടുത്തതാ. ഇതുവരെ ഇട്ടില്ലായിരുന്നു. കണ്ടോ? ലൂസ് പാൻറ്റിൻ്റെ കൂടോ ലൂസ് ജീൻസിൻ്റെ കൂടോ നമുക്ക് ഇടാൻ പറ്റുന്ന. ഞാൻ വെളിയിടുന്ന ഉടുപ്പാണ് കേട്ടോ പാൻറ്റും ഇതും. പക്ഷെ ഇതുവരെ ഇട്ടിട്ടില്ലായിരുന്നേ. അപ്പം ഒന്ന് ഇട്ട് നോക്കിയതാ, എനിക്കിഷ്ടപ്പെട്ടു. നല്ലതല്ലേ? ആരൻ പറഞ്ഞ് നല്ലതാണ്. ആശറിനും ആരനും ഒക്കെ ഞാൻ ഇങ്ങനത്തെയൊക്കെ ഇടുന്നതേ ഇഷ്ടമുള്ളൂ, അല്ലാതെ അവർക്കിഷ്ടമല്ല. എനിക്കും ഇങ്ങനെയൊക്കെ ഇഷ്ടം, അല്ലല്ലേ? അപ്പോൾ വട്ടാണെന്ന് പറയുന്നവർക്ക് എന്നാ പറയാനല്ലേ, വിട്ടുകള. പിന്നെ അതുപോലെ വീഡിയോസൊന്നും ആരും കാണുന്നില്ല കേട്ടോ. അത് കാരണം നല്ല സങ്കടമുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ ഞാനങ്ങ് ചെറുപറന്നങ്ങ് വീഡിയോ എന്തെങ്കിലുമൊക്കെ അങ്ങ് ഇടും. നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഇപ്പം എന്നാ ചെയ്യാൻ പറ്റും? എനിക്കെന്തായാലും വീഡിയോ ഇട്ടേ പറ്റത്തുള്ളല്ലോ. യൂട്യൂബ് ആണെങ്കിൽ പറയുന്നത് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതുപോലെ ഇടാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ എനിക്ക് ഞാൻ ഓരോരോ തിരക്കായിരിക്കുമേ. അന്നേരം എനിക്കാണെങ്കിൽ മൂഡ് കാണത്തില്ല. അത് കാരണം ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയൊക്കെ വെക്കുമായിരുന്നു. പിന്നെ ഈ റെസ്റ്റിലൊക്കെ ആയിരുന്നല്ലോ. ഇനിയിപ്പോൾ നമുക്ക് നല്ല നല്ല പാചകങ്ങളൊക്കെ. എനിക്കാണെങ്കിൽ ഇവിടെ പാചകം എന്ന് പറഞ്ഞാൽ എനിക്ക് നാടനും പിള്ളേർക്ക് വല്ലോ നൂഡിൽസോ അങ്ങനത്തെയൊക്കെയല്ലേ ഇഷ്ടം. അപ്പോൾ എനിക്ക് എന്നാ ഈ ചെയ്യുന്നതെന്ന് ഓർത്തിട്ട് എനിക്ക് ഇച്ചിരി മീൻകറിയും ചോറും. എന്തായാലും നമുക്ക് നല്ലതായിട്ടൊക്കെ പോകണം അല്ലേ. ചീത്ത പറയുന്നവരും തെറി വിളിക്കുന്നവരും നെഗറ്റീവ് കമൻസ് ഇടുന്നവരൊക്കെ പോകാൻ പറ അല്ലേ. നമുക്കൊന്നും ചെയ്യണ്ട. പിന്നെ നമുക്ക് നല്ല നല്ല
നമുക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ വീട്ടിൽ. ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തൊട്ട് വൈകിട്ട് വരെ ഞാൻ എന്തായിരിക്കുന്നു, എൻ്റെ വീട്ടുകാരെന്തായിരിക്കുന്നു, അതാണ് എൻ്റെ വീഡിയോയിലുള്ളത്. അതിപ്പം വെച്ചുകെട്ടൊന്നും ഇല്ലാതെ നമ്മൾ ജീവിക്കുന്ന സാധാ ജീവിതം കേട്ടോ. പിന്നെ പുറത്തോട്ടൊക്കെ യാത്ര പോകുമ്പോൾ അത് കാണിക്കുന്നുണ്ട്. എപ്പോഴും യാത്ര പോവാണ്, യൂട്യൂബിന് വേണ്ടി എപ്പോഴും നമ്മൾ യാത്ര പോകാൻ പറ്റുമോ? അങ്ങനെയല്ല, പോകുമ്പോൾ ഇടുക, അങ്ങനെയാണ്. പിന്നെ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ഇല്ലേ, അന്നേരമൊക്കെ അതൊക്കെ ഇടുക, അതൊക്കെ ഉള്ളൂ. പിന്നെ നമ്മളുടെ എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും പേരൊക്കെ ഞാൻ ഇന്നാൾ വായിച്ചില്ലേ, അപ്പം ഇനിയും ഒന്നുകൂടെ വായിക്കാം. ആ ഡയറി ഒന്ന് എടുത്തു തരാമോ? കഴിഞ്ഞ ദിവസം ഞാനിതെല്ലാം വായിച്ച്, ഈ 3-4 ദിവസം മുമ്പ് വായിച്ചിട്ട് അത് എന്നാ ഇതെന്നറിയാം, ആ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു വീഡിയോ ആയിരുന്നു, ആരെന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം അത് പിന്നെ തന്നെ ഡിലീറ്റായിപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ ഇട്ടു, അത് അപ്ലോഡ് ചെയ്തെല്ലാം ഇട്ടതാണ്. പക്ഷെങ്കിൽ ജന്മം ചെയ്ത അത് പിന്നെ കാണുന്നില്ല. ഇട്ട് കഴിഞ്ഞിട്ട് അത് ബ്ലാങ്ക് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു, കാണുന്നില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് അബദ്ധം പറ്റിയതാണ്. ഞാനത് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേണേൽ ഗാലറിയിൽ നിന്ന് അത് ഡിലീറ്റാക്കി കളഞ്ഞു കാണും. ഡിലീറ്റ് ആക്കിയിട്ട് പിന്നെ ഞാൻ മറ്റേ പെർമനൻറ്റ് ഡിലീറ്റിൽ നിന്നും കളഞ്ഞു കാണും. അതാ പ്രശ്നം വന്നത്. എന്നെ സപ്പോർട്ട് ചെയ്ത് കമൻ്റൊക്കെ ഇടുന്നവരുടെ പേര് വായിക്കുക. എപ്പോഴൊന്നുമില്ല, എപ്പോഴും വീഡിയോ കാണുകയും കമൻ്റ് ഇടുകയൊന്നുമല്ല. എന്നാലും എനിക്ക് ഇത്രയും നാളും വീഡിയോ കണ്ട് കമൻ്റൊക്കെ ഇട്ടവരുടെ ഞാൻ ഇത്രയും നാളും ഈ കഴിഞ്ഞ ദിവസം വരെയും വീഡിയോയ്ക്ക് കമൻ്റൊക്കെ ഇട്ടവരുടെ ഞാൻ ഒന്ന് വായിക്കാം. ജയാസ് വെറൈറ്റി വ്ളോഗ്, അജിത നായർ. ഈ ജയയും അജിതയും കാരണം ഞാൻ ഇവിടം വരെ എത്തി കേട്ടോ. യേശു കഴിഞ്ഞാൽ പിന്നെ ജയയും അജിതയുടെയും കാര്യം എന്നാന്ന് വെച്ചാൽ അവരൊത്തിരി സപ്പോർട്ട് ചെയ്തു. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുകയും പിന്നെ ഫ്രണ്ട്സിനോട്, റിലേറ്റീവ്സിനോട്, നെയ്ബേഴ്സിനോടും അങ്ങനെയുള്ളവരോടൊക്കെ അവർ പറയുകയൊക്കെ ചെയ്തിട്ട്, കാരണം അതിന് തെളിവുണ്ട്. ഞാനൊരു ദിവസം കളത്തിപ്പടിയിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നപ്പോഴത്തേക്കിനും ഒരു ലേഡി ഓടി വന്നിട്ട് എന്നോട് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, ജോമ യൂട്യൂബ് ചാനലുള്ള ആളല്ലേ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞേ. ഞാൻ അന്നേരം പറഞ്ഞു ജോമാസ് വേൾഡ് എന്ന് പറഞ്ഞപ്പം പറഞ്ഞു അറിയാമെന്ന് പറഞ്ഞു. ഇവിടാണോ വീടെന്ന് ചോദിച്ചു, കളത്തിപ്പടി തന്നെയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞേ. അപ്പോൾ പിന്നെ ജയ അറിയാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ആണോ, വീഡിയോ ഒക്കെ കാണണം കേട്ടോ, ഇനിയും കാണണം, സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ കെട്ടിപ്പിടിച്ചു കേട്ടോ. കുഞ്ഞു കൂടെ ഉണ്ടായിരുന്നു, ആരൺ ഉണ്ടായിരുന്നു, ആഷർ, ഞങ്ങൾ 3 പേരും കൂടെ ഇതുപോലെ വൈകുന്നേരം സൂപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് ഓടി വന്നു. എനിക്ക് സന്തോഷമായി. അങ്ങനെ ഒത്തിരി പേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും നല്ല നല്ല അഭിപ്രായങ്ങൾ. ഇന്ന് വരെ ആരും നേരിട്ട് ഒരു അല്ലാത്ത, പിന്നെ എന്നെ എല്ലാവർക്കും അറിയാം. ഞാൻ പിന്നെ ഈ പച്ചയായ ജീവിതമാണെന്ന് അറിയാവുന്നവരൊക്കെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തു കേട്ടോ. എന്നിട്ട് ഒരു നാരൻ്റെ സ്കൂളിലെ ഒരു ടീച്ചർ ഇവിടെ അടുത്ത് താമസിക്കുന്നുണ്ട്, പറയുക പിന്നെ അടുത്ത് നിൽക്കുന്നവരോടൊക്കെ ഞങ്ങൾ ഒരുമിച്ചൊരു ഫംഗ്ഷനെ വെച്ച് കണ്ടപ്പോഴത്തേക്കിനും പറയുക, ഞാൻ ഒത്തിരി പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു, മോൾക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്തൊക്കെ കൊടുത്തു. എല്ലാവരോടും ഞാൻ പറഞ്ഞു നാടൻ ജീവിതം, ഒരു പച്ചയായ ജീവിതം, നല്ല വീഡിയോസൊക്കെ കാണണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നേ. എന്നിട്ട് ആ ഫംഗ്ഷൻ അടുത്ത് നിന്നവരോടൊക്കെ പറയുന്നു നല്ലതാ കാണണമെന്നൊക്കെ പറയുക. വേർത്ത് മഴ, ഭയങ്കര പൂര മഴ പെയ്തിട്ടും ഭയങ്കര വേർത്ത് ഒറ്റുക. ഫാനിടാൻ പറ്റില്ല, സൗണ്ട്. എന്നിട്ടേക്ക് പിന്നെ അങ്ങനെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ജയ അജിതയും കാരണം ഒരുപാട് എനിക്ക് ഇപ്പോൾ പിന്നെ ഒത്തിരി പേര് വേറെയും ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് എനിക്ക് മെസ്സേജൊക്കെ കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ജയാസ് വെറൈറ്റി, അജിത, ജയയും അജിതയും ചേടുത്തി അനീറ്റ കേട്ടോ, ശ്രീദേവി കൗമ്പളി, സുപ്രിയ, ബിജീസ്
കിച്ചൺ. ബിജീസിലെ ബോംബെയിലാണ്, ബോംബെയിലാണ് താമസിക്കുന്നത്. ബിജീസിനാണെങ്കിൽ ഇപ്പം മേലാതൊക്കെ ഇരിക്കുക, പാവം കാണുമ്പോൾ സങ്കടം വരും. മോനൊരു പിന്നെ ചപ്പാത്തിയും കൊണ്ടൊരു ഡിഷ് ഉണ്ടാക്കിയിട്ട് അത് വീഡിയോ ഇട്ടിരിക്കുന്ന ഇന്നേ. ഓ പേടിച്ചു, ഇതെന്താ ഓഫി എൻ്റെ പുറയിലിരുന്നുകൊണ്ട് ഇതേ സ്പീക്കർ പെട്ടെന്ന് ഓണായപ്പോൾ പേടിച്ചു. നാളെ മഴയും പിടിച്ച് ഇരുട്ടുമായിട്ട് പേടിയെ എനിക്ക് അല്ലെങ്കിലും ഭയങ്കര പേടിക്കായി. കള്ളനെയും പട്ടിയെയും മറ്റേ ഇഴയുന്ന സാധനമില്ല, അതിനെയും ഭയങ്കര പേടി. എന്നിട്ടേക്ക് ബിജീസ് കിച്ചൺ, പിന്നെ വീട്ടമ്മ, കുട്ടനാടൻ, അങ്കമാലി ചേച്ചി, ഇവരെല്ലാം ഇപ്പം നല്ല സപ്പോർട്ടാണ്. പക്ഷേ പിന്നെ എൻ്റെ വീഡിയോ എല്ലാ ദിവസവും കാണാതെ ഇപ്പോൾ ഒക്കെ ഇരിക്കുന്നുണ്ട്. കാരണം എനിക്ക് എല്ലാ ദിവസവും കാണുന്നവർ കാണാതിരിക്കുമ്പോൾ സങ്കടം വരും. ഇവരെല്ലാം എന്നെ അങ്ങനെയെന്ന് അറിയത്തില്ല, തിരക്കാണോ എന്തോ എനിക്കറിയത്തില്ല. ഞാൻ വെളുപ്പിനെ 2 വരെ ഇരുന്ന് എല്ലാവരെയും കണ്ടിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ആദ്യം തൊട്ട് വായിക്കാം. ഇനി ഞാൻ ഇടയ്ക്ക് സംസാരിക്കുന്നില്ല, അങ്ങ് വായിച്ചു വിടുന്നേ ഉള്ളൂ വീഡിയോ. പൊന്നു. ജയ, അജിത, ശ്രീദേവി, സുപ്രിയ, ബിജി, വീട്ടമ്മ, കുട്ടനാടൻ, അങ്കമാലി, നൂറ, FRR കിച്ചനെ ഇപ്പോൾ കാണുന്നേ ഇല്ല കേട്ടോ, ഇടയ്ക്ക് വരും. പിന്നെ PP കയ്യേ ഫോൺ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ആടുന്നു. PP, പ്രീതി, ദിലീപ്, അബി ആൻഡ് അതും അതിനെ കാണുന്നേ ഇല്ല കേട്ടോ. അത് പൂനെയിലോ ബോംബെയിലോ ഹൈദരാബാദ് അങ്ങനെ കണ്ട, അതിനെയും കാണുന്നില്ല. പിന്നെ കുഞ്ഞോൾ താത്താസ് വേൾഡ്, രമ്യാസ് ലൈഫ് സ്റ്റൈൽ, അതിനെയും കാണുന്നില്ല. അനു ജോസഫ് എന്നും കമൻ്റ് ഇടുന്നതായിരുന്നു, അതിനെയും കാണുന്നില്ല. കണ്ണൂർ ഫാമിലി വ്ളോഗ്, അനിതം കിച്ചൺ എങ്ങാണ്ടാന്ന് തോന്നുന്നു, അനിതം, അതിനെ ഇപ്പോൾ കാണുന്നില്ല. സൂപ്പർ സാഹി വ്ളോഗ്സ്, ബെൻസി ദേവ്, പുരയിടത്തിൽ ഫാമിലി, ലൈഫ് ഈസ് വെരി ബ്യൂട്ടിഫുൾ, ഇൻഡസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, ബീഗംസ് കിച്ചൺ, മാധുര്യം കിച്ചൺ, ശ്രീജ പുത്തൂർ എന്നും വീഡിയോ കണ്ടിപ്പം ഇതിടുന്നുണ്ട് കേട്ടോ, പണ്ട് എന്നും ഒന്നും ഇല്ലായിരുന്നു. മായ ഗോഡ്, സ്യൂസ് ഗെയിമിംഗ്, ആംനാമി, ആദി വെബ്സൈറ്റ്, ബത്തേരി കിച്ചൺ, കാലൊക്കെ റെഡിയായി മിടുക്കത്തിയായിട്ടിരിക്കുന്നു. സൗമ്യ കൃഷ്ണ, ഗിരിജാസ് കിച്ചൺ, രത്നം വേൾഡ്, എല്ലാ ദിവസവും എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. ഒത്തിരി പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് കമൻറ്റ് ചെയ്തു. പിന്നെ നീതു, നിയ ആപ്പ്, നിച്ചു, ബിനോജ്, വി മാത്യു, താസൂസ് വേൾഡ്, ശോഭന ഡി, പിന്നെ നമ്മുടെ റീസെൻ്റ്ലി ഫ്രണ്ട്സ് ആയവരാണ്. ഹസീന ഇപ്പം 1-2 ദിവസമായിട്ട് കാണുന്നില്ല. പിന്നെ മൊഫിജുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വന്ന ഒരു ബംഗാളി കൊച്ച, അവൻ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും പിന്നെ കണ്ടിട്ടുണ്ട്. എല്ലാ ദിവസവും കണ്ട് അവൻ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയിരുന്ന് കാണും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഈ യൂട്യൂബിലും. പിന്നെ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഒരു 2 മില്യൺ ഇപ്പോൾ ഞാൻ ഇന്ന് എടുത്ത് നോക്കിയപ്പോൾ 1.9 ആയിരുന്നു. അപ്പോൾ 2 ആയി കാണും. ഒരു 2 മില്യണോടടുത്ത്, അതായത് 2 ലക്ഷം അല്ല, 2 മില്യൺ, 20 ലക്ഷം അല്ലേ, 20 ലക്ഷം പേര് ഞാനിട്ട് ഒരു ഷോർട്സ് കണ്ടു ഇൻസ്റ്റാഗ്രാമിൽ. നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ട് ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിൽ എന്നാ ഇട്ടാലും നല്ല റീച്ചായി. യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും ഒരു പിന്നെ ഒരു എന്നാ ഇഗ്നോറിൻ്റെ മലയാളം അവഗണന. എന്നെക്കാളും മലയാളം അറിയാവുന്ന ആള് ആരൻ. എല്ലാവരും അവഗണിക്കുക, വീഡിയോ ഒന്നും കാണുന്നില്ല. പിന്നെ എനിക്ക് ഇംഗ്ലീഷ് അറിയാവാഞ്ഞിട്ടല്ല കേട്ടോ, മലയാളത്തിൻ്റെ വാക്ക് മറന്നുപോയപ്പോൾ ഇംഗ്ലീഷിൻ്റെ വാക്ക് ഓർമ്മ വന്നു. അന്നേരം പെട്ടെന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. ആരും ഓർക്കില്ല. വലിയ അങ്ങേയറ്റത്തെ പിന്നെ ഇംഗ്ലീഷുകാർ. എനിക്കൊന്നും അങ്ങനെ വലിയ ഇതൊന്നും അറിയത്തില്ല. മലയാളം തന്നെ എനിക്ക് പച്ച മലയാളം പറയാൻ അറിയത്തില്ല, പിന്നെ ഇംഗ്ലീഷ് ആവശ്യത്തിനെല്ലാം അറിയാം. ആവശ്യത്തിന് ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം, മലയാളം അറിയാം, തമിഴ് അറിയാം, ഇത്രയും അറിയാം. അറബി പഠിക്കണമെന്ന് ഭയങ്കര ഇഷ്ടമാണ്. ആരാ വരുന്നത്? കഥ അടച്ചു, എന്തിനാ വരുന്നത്? എന്നിട്ട് ഹസീന, മൊഫിജുൽ ഇസ്ലാം. അപ്പം നിങ്ങളെ ഞാനത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ആ ഷോർട്സ്. അതായത് പിന്നെ തുടക്കം എന്തുമായിരുന്നു,
നിങ്ങൾ പച്ച മലയാളത്തിൽ ചോദിക്കുന്നത് ഒരു സാറ് പിന്നെ ഒരു എക്സസൈസ് ഒരു ഗ്രൗണ്ടിൽ വെച്ച് നടത്തുന്നതിൻ്റെ അപ്പോൾ അവർക്കൊരു ഇത് കൊടുക്കുക അല്ലേ, സ്റ്റഡി ക്ലാസ്. അതായത് ശകല സമയമുള്ളൂ കേട്ടോ അത്. നിങ്ങൾ മൂത്രം ഒഴിക്കുന്നുണ്ടോ എല്ലാ ദിവസവും അല്ലേ, പിന്നെ 2-ന് 3 അതാണ്, വേർക്കുന്നുണ്ടോ, പിന്നെ എന്തുവായിരുന്നു, സ്വെറ്റ്, പിന്നെ മൂത്രം ഒഴിക്കുന്നുണ്ടോ, വയറ്റിന്ന് പോകുന്നുണ്ടോ എന്നുള്ള ചോദിച്ചു. അതെ അതെ അതെ, ഒന്നുകൂടെ അത് എടുത്തു കേട്ട് നോക്കിയേ. അങ്ങനെ ചോദിച്ചേ. നമ്മൾക്ക് അതായത് നമ്മൾക്ക് മോഷൻ പോകുന്നുണ്ടോ, പിന്നെ നമ്മൾ യൂറിൻ പോകുന്നുണ്ടോ. ആ പച്ചമലയാളത്തിൽ മൂത്രമൊന്നും അങ്ങനെയാ പച്ചമലയാളത്തിൽ വയ്ക്കുന്നത്, മോഷനും യൂറിനൊന്നും അല്ല. പിന്നെ സ്വെറ്റ് വേർക്കുന്നുണ്ടോ, ഈ 3 കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഓക്കെയാണ്, ഒരു പേടിക്കാനില്ലത്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്തുവാന്ന് വെച്ചാൽ, നമ്മൾ ഒരു ദിവസം ഇപ്പം 20 കിലോ ഉള്ള ആൾക്ക് 1 ലിറ്റർ വെള്ളം കുടിക്കണം. 40 കിലോ ഉണ്ടെങ്കിൽ 2 ലിറ്റർ, 60 കിലോ ഉണ്ടെങ്കിൽ 3 ലിറ്റർ. അപ്പം ഞാൻ 73 കിലോ ഉള്ള ആളാണ്, എനിക്ക് 73 മാക്സിമം വരുന്നത് എപ്പോഴും. ഞാൻ അതിൽ കൂടുതൽ വെക്കത്തില്ല ഭാരം. അതിൽ കൂടുതൽ വെച്ചാൽ പിന്നെ നമ്മളുടെ കാര്യം പോക്ക, അങ്ങനെയാണ് എൻ്റെ കളി. മാക്സിമം വരുന്ന 73 വരുമ്പോൾ എനിക്ക് എപ്പോഴും എന്നതിലൊക്കെ തളർച്ച, ക്ഷീണവും, ഷുഗർ ഹൈ അങ്ങനെയൊക്കെയാണ്. അപ്പോഴേ ഓർത്തോണ്ടാൽ മതി, എന്നേൽ അസ്വസ്ഥതയുണ്ടെങ്കിൽ 73 ആയെന്ന്. 73 കൂടുതൽ ഇന്ന് വരെ ആയിട്ടില്ല, ആകത്തില്ല. ഇന്നെടുത്ത് വരും, 3-4 പേര് ഇവിടെ വായിക്കാനുണ്ട്. എന്നിട്ട് അപ്പം 73 ആയിട്ടില്ല, അല്ല 73 മാക്സിമം, അതിൽ കൂടുതലായിട്ടില്ല. അത് കഴിഞ്ഞാൽ അപ്പോൾ കുറയുന്നത് എനിക്ക് എപ്പോഴും ഒരു 63, 10 കിലോ ഒക്കെ കുറയും. 63 അങ്ങനെ കുറഞ്ഞിട്ടില്ല. 63 കുറഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ഇതായിരിക്കും. എനിക്ക് 63 ഒക്കെയാ, അതിൽ കുറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെയാണ്. പിന്നെ അപ്പോൾ അങ്ങനെ ആ വീഡിയോ അതാ. അപ്പം നമ്മൾക്കിപ്പോൾ എനിക്ക് 73 ആണെന്ന് വെച്ചു, അങ്ങനെയാണെങ്കിൽ 20 അപ്പോൾ 3.5 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കണം. ഞാൻ വെള്ളം പിന്നെ നല്ലതായിട്ട് കുടിക്കും കേട്ടോ. അങ്ങനെ അത് നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിൽ ഒരു കൂജയ്ക്കകത്തോ അല്ലെങ്കിൽ ഒരു നല്ല വലിയ എന്തെങ്കിലും 3-4 കുപ്പിക്കകത്ത് നിറച്ചോ, പിന്നെ ഇപ്പോൾ ഒരു 3.5 ലിറ്റർ വെള്ളം കുടിക്കണമെന്നുള്ളവരാണെങ്കിൽ ഒരു കുപ്പി ബെഡ്റൂമിൽ, ഒരു കുപ്പി ഡൈനിങ് ഹാളിൽ, ഒരു കുപ്പി കിച്ചണിൽ, അങ്ങനെ വെച്ചാൽ മതി. പിന്നെ നമ്മൾ എങ്ങനെയായാലും വേറെ 1/2 ലിറ്ററും കൂടെ കുടിക്കും. ഈ 3 കുപ്പി തീർക്കാൻ നമ്മൾ തന്നെ നമ്മളെ നിർബന്ധിക്കണം. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് അതെല്ലാം കുടിക്കണം. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും പേടിക്കണ്ട, പിന്നെ ഒരു രോഗം വരികയില്ല എന്നാണ് അതിനകത്തെ സാറ്, ആ വീഡിയോയുടെ ആ സാറ് പറയുന്നത് കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, എൻ്റെ ഹസ്ബൻഡ് അയച്ചു തന്നാതെ. അപ്പം ഞാൻ എന്നെ ചെയ്തു, അത് നമ്മളുടെ യൂട്യൂബിലിട്ടിട്ടൊരു അവഗണന, ആരും അത് അങ്ങോട്ട് എനിക്ക് തോന്നുന്നു 100 പേര് പോലും അത് കണ്ടില്ല. വേർപ്പൊഴി കണ്ണിലോട്ട് വരുമ്പോൾ കണ്ണു നീറും. ഒരു 100 പേര് പോലും അത് കണ്ടിട്ടില്ല. പക്ഷെങ്കിൽ ചുമ്മാ ഞാൻ എന്നേലും ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിലോട്ടും ഇടും, ഇൻസ്റ്റയിലും ഇടുവേ. അപ്പോൾ ഇൻസ്റ്റയിൽ ഇട്ടപ്പോൾ വേണ്ട 20 ലക്ഷം പേരോളം കണ്ട്. നിങ്ങൾ ആ വീഡിയോ ചെന്നൊന്ന് കാണണ്ട. ഇതൊക്കെ ഈ കാണാൻ നല്ല കാര്യമല്ലേ ഇടുന്നത്, നമുക്ക് വട്ടായിട്ടാണ്. വട്ടാന്ന് പറയുന്നവർക്ക് വട്ടാ, ചുമ്മാ ഇങ്ങനെ ചൊറിയാൻ നടക്കുന്ന അങ്ങനെയൊന്നും അല്ല. നമുക്ക് വട്ടമുള്ളതൊന്നുമല്ല. നമ്മൾ നല്ല കുടുംബത്തിൽ പറഞ്ഞ നല്ല വിദ്യാഭ്യാസവും വിവരവും എല്ലാം ഇതുമുള്ള ആൾക്കാരാണ്. പിന്നെ നമ്മളോട് ഈ എന്തെങ്കിലും ഇച്ചിരി ഇതുള്ളവർ ഇങ്ങനെ ഈ കൃമി കടിക്കും. അപ്പോൾ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. നമ്മൾ നല്ല ഡീസൻ്റായിട്ട് ജീവിക്കുക. ചൊറിയാൻ തന്നെ ഇരിക്കുന്നവർ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളൂ. നമ്മൾ മൈൻഡ് ചെയ്യുകയേ ചെയ്യല്. നമ്മൾ എന്താണോ അത് നമ്മൾ വീഡിയോയിൽ സമർപ്പിക്കുക. നമ്മളെന്തായാലും നല്ല കുടുംബത്ത് പറഞ്ഞവർ നല്ലതേ ചെയ്യത്തുള്ളൂ, അല്ലാതെ പൊളിയൊന്നുമില്ല. എന്നാൽ ഈ വേണ്ടാതീനം എന്തുമാത്രം യൂട്യൂബിലൊക്കെ ഉണ്ടെന്നറിയാം. നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പം കാണണം വെറും അന്തസ്സ് കെട്ട കാര്യങ്ങളുണ്ട്. അതിനൊക്കെ മില്യൺ കണക്കിന് ആൾക്കാരാണ് കുത്തിയിരുന്ന് കാണുന്നത്. നമ്മൾ നല്ല കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മൾ നല്ലതായിട്ട് പിള്ളേരെ നോക്കുന്നതും വളർത്തുന്നതും നമ്മളുടെ വീട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട് ചെയ്യുന്നതും എങ്ങനെ ഒരു നല്ല വീട്ടമ്മയായിട്ട് ജീവിക്കുന്നു, അതൊക്കെയാണ് നമ്മളുടെ പച്ചയായ ജീവിതം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഉള്ളത് നമ്മൾ കാണിക്കുന്നത്. അപ്പം അതൊന്നും ആർക്കും വേണ്ടാതീനം എല്ലാം കുത്തിയിരുന്ന് കാണും. എന്നിട്ട് അന്തസ്സുള്ളവരെ ചുമ്മാ എന്നേലും പറയും.
മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. നമുക്ക് അതിനും അന്തസ്സ് വേണം. മറുപടി പറയുകയേ ചെയ്യില്ല. നമുക്ക് ആ കമൻറ്റ് ഇഷ്ടപ്പെട്ടില്ല, ഡിലീറ്റ് ചെയ്യുക. ഞാനെല്ലാം അന്നേരം ഡിലീറ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. അല്ല പ്രതികരിക്കാൻ പോവേ വേണ്ട. എനിക്കറിയാം ഈ ക്രിമിനേടി സ്വഭാവം നമുക്കറിയാം. നമ്മളോട് അസൂയകളോ നമ്മുടെ തന്നെ കുടുംബത്തും അങ്ങനെ വേണ്ടപ്പെട്ടവരൊക്കെ തന്നെയാണ് കൂടുതലും. അത് നമുക്കറിയാം. കാരണം വെറുതെക്കാരങ്ങനെയൊന്നും പറയല്ലേ. വെറുതെക്കാർക്ക് നമ്മൾ തന്നെ എല്ലാം കൊടുക്കാനുണ്ട്. ആർക്കും ഒന്നും കൊടുക്കാനില്ല. പക്ഷെങ്കിൽ ഇതിങ്ങനെ ചൊറിയുന്ന നമ്മളോടൊരു ചെറിയ അസൂയ അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ അങ്ങ് വിചാരിച്ചാൽ ജയം പറയുന്നത് കേട്ടു, എല്ലാവരും പറയുന്നത് കേട്ടു ബാഡ് കമൻസ് വരുന്നതിനെ പറ്റി. അതിൻ്റെ വഴിക്ക് അങ്ങ് വിട്ടേക്കണം. നമ്മുടെ അന്തസ്സിന് ചേർന്നതല്ല അതിൻ്റെ പുറകെ പോകുന്നത്. ഏത് കാര്യവും ഞാൻ പ്രത്യേകിച്ചും ഒരു കാര്യത്തിനും പ്രതികരിക്കാറില്ല. ഞാൻ ആകെപ്പാടെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ, അമ്മ, അനിയത്തിമാർ, എൻ്റെ ഹസ്ബൻഡ്, പിള്ളേരല്ലാതെ ഒന്നും നമ്മൾ അതുപോലും ഞാൻ 100% കഴിഞ്ഞുള്ള സമയത്തെ ഞാൻ പ്രതികരിക്കത്തുള്ളൂ. അല്ലാതെ അതുവരെയും നമ്മൾ സൈലൻ്റായിട്ട് എല്ലാം ദൈവത്തോട് പറഞ്ഞ് അങ്ങനെയുള്ളൊരു സ്വഭാവം. അതുകൊണ്ട് ഞാൻ ഇതുമൊക്കെ ആ വഴിക്ക് വിട്ടിരിക്കാം. നമുക്ക് ചേർന്നതല്ല, ഡീസൻ്റായിട്ട് ജീവിക്കുന്നവർക്ക് ചേർന്നതല്ല. പിന്നെ എന്തിനും ഇങ്ങനെ പറയുന്നവരുണ്ട്, അതാ പറഞ്ഞോട്ടെ. നമ്മൾ നല്ല അന്തസ്സായിട്ട് അതൊന്നും കണ്ടില്ല കേട്ടില്ല കാമാൻ കോയറ്റായിട്ട് നമ്മളങ്ങ് ജീവിച്ചോണം അല്ലേ? അത്രയേ ഉള്ളൂ. പൊന്നോ, നല്ലൊരു മഴ കിട്ടി കേട്ടോ. ഇന്ന് ഇടി വലുതായിട്ടില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ഇടി വന്നപ്പോൾ TV പോയി, ക്യാമറ പോയി. ക്യാമറ അല്ല, അതിൻ്റെ ഒരു ബോക്സ് ഉണ്ടല്ലോ, അപ്പം അത് പോയി. പിന്നെ അതിന് വാറണ്ടി ഉണ്ട്. TVയുടേത് 2017 കൊണ്ടുവന്ന TVയാണ്, ഹസ്ബൻഡ് കൊണ്ടുവന്നതല്ലേ. അത് പിന്നെ പോയത് മദർ ബോർഡ് 3500 4500 രൂപയായി. ഈ മാസം ഞാൻ ജയ പറഞ്ഞ പോലെ പൊട്ടി പാളിസായി നിൽക്കുക. കറണ്ട് ചാർജ് വന്ന് നടക്കുന്നു, വലിയ എമൗണ്ട്. എൻ്റെ ദൈവമേ. പിന്നെ എന്തുമായിരുന്നു, ആരൻ്റെ ഫോൺ പോയിട്ട് അതിൻ്റെ ഡിസ്പ്ലേ മാറി, അത് 2000 രൂപ. അയ്യോ, ആകെപ്പാടെ ഞാൻ അങ്ങ് വല്ലാതിരിക്കുക. തിരുമ്പ് കഴിഞ്ഞിട്ട് വന്നപ്പോഴേ നമ്മൾ ആപ്പിലായിരിക്കുക. പിന്നെ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഇനി ഞാൻ പ്രാർത്ഥിക്കട്ടെ. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാറായി. എത്ര മണിയായി കുഞ്ഞു? 7:45. ദൈവമേ, 7 മണിക്ക് പ്രാർത്ഥിക്കുന്ന. റേഷൻ കടയിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കിനും പിന്നെ മഴ വന്നപ്പോൾ അതെല്ലാം കണ്ട് അതിൻ്റെ പുറകെ മുറ്റത്ത് നിൽക്കുമായിരുന്നു. ഇടിയില്ലാത്ത കാരണം മിന്നലും ഇല്ലാത്തതുകൊണ്ട് അവിടെ നിൽക്കുമായിരുന്നു ഞങ്ങൾ. അപ്പോൾ അത് എന്നാൽ ശരി. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത്, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫുൾ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അപ്പോൾ കുഞ്ഞു എല്ലാം പറയുന്നുണ്ടോ? ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ശരി, എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ. ഗുഡ് നൈറ്റ്. ചക്കരയുമ്മ കേട്ടോ. അയ്യോ, ബാക്കി വായിച്ചില്ലായിരുന്നല്ലേ? ഇതുകൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഹസീന മൊഫിജുൽ ഇസ്ലാം, അത് മറ്റേ ഇവിടെ വന്ന ബംഗാളി കൊച്ച്. പിന്നെ രേഷ്മ കെ രാജേഷ് കിച്ചു, അത് ഞങ്ങളുടെ ചർച്ചിലെ മോളാണെന്ന് തോന്നുന്നു. അവൾ എന്നോട് കട്ട്മാങ്ങ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കണിമാങ്ങ അച്ചാറിൻ്റെ ഇത് കണ്ടപ്പോൾ. കണിമാങ്ങ വേണ്ടവർ പറയണം, ഞാൻ പുതിയത് വാങ്ങിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പഴയതെല്ലാം സെയിലായി കേട്ടോ. കുറച്ച് പേരുടേത് സൂക്ഷിച്ച് ഫ്രീസറിലെടുത്ത് വെച്ചേക്കാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് കുറച്ച് ഞാൻ എടുത്ത് ഫ്രീസറിൽ തൂക്കി കുപ്പിക്കകത്താക്കി കുറച്ച് പേരുടെ വെച്ചിട്ടുണ്ട്. കാരണം അവരിനി വെക്കേഷന് വരുമ്പോഴല്ലേ ഉള്ളൂ, പുറത്തുള്ളവരാ. പിന്നെ സാത്വിക ശ്രീജിത്ത് എന്ന് പറഞ്ഞാൽ അത് ഖത്തറിലുള്ള കൊച്ചാണോ എന്നൊരു സംശയമുണ്ട്. ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോള്. അപ്പോൾ അതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. പിന്നെ രേഖാസ് ഡ്രീം കിച്ചൺ. അപ്പോൾ ഇത്രയും പേരാണ് എന്നെ മിക്കവാറും തന്നെ കമൻ്റൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ അവരെല്ലാം ഒന്ന് പിന്നെ മാറി നിൽക്കാം. ഓരോരുത്തർക്കും ഓരോ തിരക്കില്ല. എന്നാലും എല്ലാവരോടും കൈകൂപ്പി പറയാം, എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ഫുള്ള് കാണണം, ഒന്ന് ലൈക്കൊക്കെ അടിക്കണം, കമൻ്റൊക്കെ ചെയ്യണം. പിന്നെ ബാഡ് കമൻറ്റ്സ് ഇടുന്നവർക്ക് പിന്നെ എപ്പോഴും ഇരുന്ന് ഇങ്ങനെ ഇടാമെന്ന് വിചാരിക്കേണ്ട. അവരുടെ മെയിൽ എനിക്ക് തപ്പിയാൽ കിട്ടും, മെയിൽ ID. അത് വെച്ച് ഞാൻ പിടിക്കും വീടും അഡ്രസ്സും ഒക്കെ. എന്നിട്ട് ഞാൻ സൈബറിൽ കൊടുക്കും. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ചെറുതായിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ ചൊറിച്ചിൽ കൂടുമ്പം ഞാനത് പോവും അതിൻ്റെ വഴിക്ക് കേട്ടോ.
നമുക്ക് ഇഷ്ടംപോലെ ഹോൾഡുള്ള ആൾക്കാരാണ്. നല്ല എവിടെ വേണേലും നമുക്ക് ഹോൾഡ് ദൈവം സഹായിച്ച് നല്ല ഏത് ഇതിലും നല്ല പിടിപാടുള്ളവരാ. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ചൊറിയണ്ട കേട്ടോ. ഓക്കെ.